ഹായ് ഹലോ, ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീടും എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലൊന്ന് കയറണം. അങ്ങനെ ഞങ്ങളിതാ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂറോളമൊക്കെ ഉണ്ട് കേട്ടോ എറണാകുളത്തേക്ക്. എറണാകുളത്ത് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഫോർട്ട് കൊച്ചി. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലുള്ള ജൂ ടൗണിലേക്ക് ഞങ്ങൾ പോയിട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നേരത്തെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കല്യാണത്തിൻ്റെ അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെയും സേവ് ഡേറ്റിൻ്റെ ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോഷൂട്ടുകൾ ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കായൽ കാണാൻ ഇറങ്ങിട്ടോ. പിന്നെ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട്, പക്ഷേ ആ സമയത്ത് അവൈലബിൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ബോട്ടിങ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ് ചെയ്തത്.
പിന്നെ അവിടെ നിന്നിട്ട് തന്നെ കുറേ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു കേട്ടോ. വഞ്ചിയും കപ്പലും മീൻ പിടിക്കണതും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പോണതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ അവിടുന്ന് മറൈൻ ഡ്രൈവിലേക്കാണ് പോയത്. വാട്ടർ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പിന്നെ സാധാ ബോട്ടിൽ കയറാനൊരു പൂതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധാ സർക്കാരിൻ്റെ ബോട്ടിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, അങ്ങനെ ആൾക്കാർ സാധനങ്ങളായിട്ട് പോണതും അതുപോലെ തന്നെ വണ്ടി കയറ്റിയിട്ട് പോണതും ചിലർ ആടിനൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ ബോട്ടിലാണ് കേട്ടോ കയറിയത്. അതൊരു വൈബാണല്ലോ. എന്ന് ഈ വാട്ടർ മെട്രോയിലൊക്കെ കയറണ നല്ല ആഡംബര ബോട്ടിൽ കയറണതിന് പകരം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറാച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വാട്ടർ മെട്രോയിൽ കയറാമെന്നും പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇതിലാണ് കയറിയത്. ആ കാണുന്നതാണ് കേട്ടോ നമ്മൾ കയറുന്ന ബോട്ട്. ആൾക്കാരൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എടുക്കാനായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് എത്തിയിട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാർ കയറാനും പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കാണാനായിട്ട്. പിന്നെ അവിടുന്ന് ആൾക്കാരെ കയറ്റിയിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ഇതൊരു 1.25 മണിക്കൂറൊക്കെ നമ്മൾ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 സ്റ്റോപ്പ് വരെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ തിരിച്ചിട്ട് നമ്മൾ ആദ്യം കയറിയ സ്ഥലത്തേക്ക് തന്നെ എത്തും കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റോപ്പിൽ തന്നെ ആൾക്കാരെ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ സീറ്റ് കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ പിന്നെ മുമ്പിൽ ഇരുന്നിട്ടാണ് കേട്ടോ യാത്ര ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബോട്ട് യാത്ര പറയാനായിട്ട്. ഈ ബോട്ടാകുമ്പോൾ ഒന്നും കൂടിയും വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. നമ്മൾ സാധാ ഒരു ബസ്സിലൊക്കെ കയറുന്ന പോലെ ഒരു സ്റ്റോപ്പ് എത്തണു, ആൾക്കാർ ഇറങ്ങണു, പിന്നെ അവിടുന്ന് വേറെ ആൾക്കാർ കയറുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില ആൾക്കാർ ആടിനെയും ഒക്കെ ആയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സൈക്കിൾ കയറ്റിയിട്ടും അങ്ങനെ നല്ല നല്ല രസമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ കപ്പലും വഞ്ചി മീൻ പിടിക്കുന്നതും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. 1.25 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ 1.25 മണിക്കൂർ കഴിഞ്ഞതും ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ കണ്ടത് ഹെലികോപ്റ്റർ മേലെ കൂടെ ഇങ്ങനെ പോണതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കായലിൻ്റെ അരികിൽ ഇരുന്നു കേട്ടോ. പിന്നെ നാഫിലും അനസൊക്കെ പാടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീച്ചും ഒക്കെ ആയിട്ട് കുറച്ച് അങ്ങോട്ട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. ഞാനും അലിക്കും അർജുൻ പാടെ പിന്നെ അവിടെ കായലിൻ്റെ തീരത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അർജുന് ഫുഡൊക്കെ ആ നേരത്തെ ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ അപ്പത്തിനും വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലുലുവിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അടുത്തത് വാട്ടർ മെട്രോയിൽ കയറാമെന്നുള്ള പ്ലാനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലുലുവിൽ പോയപ്പോൾ ഫുള്ള് തിരക്കായിട്ടോ. ഭക്ഷണമൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര സമയമെടുത്തു. ബില്ലടിച്ച് വരുമ്പോഴത്തേനൊക്കെ നല്ലൊരു സമയമായിട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ വാട്ടർ മെട്രോയിൽ പിന്നെ അങ്ങനെ കയറിയില്ല. ലുലുവിൽ തന്നെ കുറേ സമയം നമ്മുടെ പോയിട്ടോ.
പിന്നെ നമ്മൾ ബീഫ് ബിരിയാണിയും പിന്നെ ചീസ് കേക്കുകളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 വെറൈറ്റി ചീസ് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ബീഫ് ബിരിയാണി എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫണ്ടൂരയിൽ കയറാൻ പോയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അർജുന് ഭയങ്കര ഇഷ്ടമായിട്ടോ വണ്ടികളും കളിക്കണതൊക്കെ കണ്ടിട്ട്. പിന്നെ അവന് വേറൊരു ലോകത്തായിട്ടോ, അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടാതെയായി. നമ്മൾ ലാസ്റ്റ് വിചാരിച്ചു ഫണ്ടൂരയിൽ കയറണ്ടായിരുന്നില്ല എന്ന് തോന്നിട്ടോ. അങ്ങനെ അവന് പല വണ്ടിയിലൊക്കെ അങ്ങനെ കയറി. പിന്നെ ഒരു വണ്ടി അവന് പറ്റിയ ഒരു വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ പിന്നെ അവൻ അതിൽ നിന്ന് എണീക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് നമുക്ക് ഭയങ്കര പണിയായി. അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പണി വിട്ടു. അങ്ങനെ കരഞ്ഞ് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പെട്ടെന്ന് വേഗം ഇറങ്ങിട്ടോ. ഇനി ഓരോ റൈഡിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവ അവിടെ നിന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവനെ വേഗം എടുത്തിട്ട് പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ഇൻട്രോയിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ അവിടേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് ഒരു 20 മിനിറ്റിൻ്റെ ഒക്കെ വഴിയുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അധികം ദൂരമില്ലാന്നുണ്ടെങ്കിലും ബ്ലോക്ക് കാരണം പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല കേട്ടോ. അപ്പത്തിന് അർജുന് ഉറക്കം വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര വാശിയായി. പിന്നെ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ വീട്ടിലൊക്കെ പോയി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ യാത്രയായിരുന്നു, കുറേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലെത്തിയത്. പിന്നെ പോണ വഴിയിൽ തന്നെ രാത്രികാലത്തെ ഭക്ഷണം കൂടിയും കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. തൃശ്ശൂരിലുള്ള സെലക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചത് കേട്ടോ. അങ്ങനെ സെലക്സിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കാവടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ വെയിറ്റ് ചെയ്യണ വരൊക്കെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഇത് നടക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കാവടി എത്തി. അങ്ങനെ ഇത് വീഡിയോ എടുക്കുമ്പോഴത്തേനും എൻ്റെ ഫോണിലത്തെ ചാർജ് എന്നും കഴിയണ പോലെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ മന്തി വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.